എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നല്ല വിശേഷങ്ങളല്ലേ എല്ലാവർക്കും? എനിക്കും ഇവിടെ നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്, അങ്ങനെ പോണ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും കുറേയധികം ആളുകളുണ്ടായിരിക്കും. നമ്മളോട് സഹകരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഒരേ തരക്കാരാവണമെന്നില്ല. പല ആളുകളും പല തരക്കാരാണ്. ചില ആളുകൾ വളരെ നല്ലവരായിരിക്കും, ചിലവർ ശുദ്ധഗതിക്കാരായിരിക്കും, ചിലവർ ചതിയന്മാരായിരിക്കും, ചിലവർ ഏത് രീതിയിലാണോ അവർ അവരുടെ ശീലങ്ങൾ എന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും ചിലപ്പോൾ നല്ല കാലം ഉണ്ടാവും, ചിലപ്പോൾ പൊട്ടക്കാലം ഉണ്ടാവും. ഇപ്പോൾ ഒരു ബിസിനസ്സിലായാലും അല്ലെങ്കിൽ നമ്മളൊരു കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിൽ ഏതോ മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, ആ മേഖലയിലൊക്കെ ആയാലും നമുക്ക് നല്ല കാലം ഉണ്ടാവും, ഒരു മോശം അവസ്ഥയുണ്ടാവും. നല്ല കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റിൽ നിൽക്കാനായിട്ട് നമുക്ക് വേണ്ട ആളുകളുണ്ടാവും, ധാരാളം ആളുകളുണ്ടാവും. അതായത് നമ്മുടെ സ്നേഹിതന്മാരോ നമ്മുടെ കൂട്ടുകാരോ സ്നേഹിതന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ എല്ലാവരുമായിട്ട് കുറേയധികം ആളുകൾ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കൊരു മോശം കാലം വന്നു കഴിഞ്ഞാൽ ഈ നിന്നിരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ അപ്രത്യക്ഷരാകുന്നത് കാണാം. അവരെ പിന്നെ കാണില്ല, പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. പ്രായമായവർ പറഞ്ഞ മാതിരി മഷിയിട്ട് നോക്കിയാൽ അവരെ കാണില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്മാർക്ക് നല്ല കാലവും ചീത്തകാലമൊക്കെ ഉണ്ടായി മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നല്ല കാലത്തിൽ കൂടെ നിന്നിട്ടുള്ള ആളുകൾ മോശകാലം വരുമ്പോൾ നമ്മളെ വിട്ടൊഴിഞ്ഞ് പോകുന്നത് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ ഒരേപോലെ അല്ല നിൽക്കുക, വീണ്ടും നമുക്ക് നല്ല കാലം വരും ഇല്ലേ? ആ വീണ്ടും നല്ല കാലം വരുന്ന സമയത്ത് ഈ ഒഴിഞ്ഞു പോയ ആളുകൾ വീണ്ടും നമ്മളെ തേടി തിരിച്ചു വരുന്നത് കാണാം. അപ്പോൾ ഉണങ്ങിപ്പോയതൊക്കെ ഒന്ന് പൊട്ടിച്ചനച്ച് വരുമ്പോൾ അങ്ങനെ തന്നെ പറയാം, ഒക്കെ കരിഞ്ഞുണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും അത് പൊട്ടിച്ചനച്ച് വരുമ്പോൾ വീണ്ടും നമ്മുടെ ചുറ്റും ഈ പോയ ആളുകൾ തിരിച്ച് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നമ്മുടെ കൂടെ ചേർക്കരുത്, പിന്നെ നമ്മൾ ചേർക്കരുത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും അപ്രത്യക്ഷരാകും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരമാവധി നമ്മൾ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഗുണം ചെയ്യില്ല. ചിലപ്പോൾ ദോഷം ചെയ്യണവരുണ്ടാവും, ദോഷവും ഉണ്ടാവും. ചില ആളുകൾ ഗുണവും ഇല്ല ദോഷവും ഇല്ല, നല്ല കാലം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് മോശക്കാരായ അവർ പിരിഞ്ഞു പോകും. നമ്മുടെ കൂടെ നല്ല കാലത്താകുമ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം ധനം അവരുടെ കാര്യങ്ങൾക്കും എല്ലാതും നമുക്ക് കൊടുക്കാനും സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് തന്നെ ഒരു മോശം അവസ്ഥയാകുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനായിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ നമ്മളെ വിട്ടു പോകുന്നതാണ്. പിന്നെ അവർ തിരിച്ചു വന്നാൽ നമ്മൾ ഒരിക്കലും അവരെ സ്വീകരിക്കരുത്. അത് നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഒരു അബദ്ധം പറ്റും, തുടക്കത്തിൽ നമുക്കറിയില്ല. രണ്ടാമത് നമ്മൾ ഒരു അബദ്ധത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ സ്വീകരിച്ചിട്ട് അബദ്ധം ഉണ്ടാക്കരുത്. തെറ്റൊക്കെ ഒരു പ്രാവശ്യമേ പറ്റാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളങ്ങനെ വീണ്ടും പോയിട്ട് അവരെ ചാടാൻ പാടില്ല. അങ്ങനെയുള്ളവർ നന്ദിയില്ലാത്തവരാണ്, സ്നേഹമില്ലാത്തവരാണ്. സ്നേഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലല്ലോ. നമുക്കൊരു ഏതവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവർ. അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ അവർ ഓടിപ്പോയി അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു, അതൊരു സ്നേഹമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പരമാവധി ഒഴിച്ചു നിർത്തി തന്നെയാണ് നല്ലത്. അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ആത്മവിശ്വാസം. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ട ഒരു ഗുണത്തിലൊന്നാണ് ആത്മവിശ്വാസം. നമ്മളെപ്പോഴും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇരിക്കാനായിട്ട്. ആത്മവിശ്വാസം കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. നമുക്ക് എന്ത് ചെയ്യാനും നമുക്കൊരു ആത്മവിശ്വാസക്കുറവെന്ന് പറയുമല്ലോ. എനിക്കൊരു ചെറിയ പേടി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചില ആളുകൾ? അത് ചെയ്യാൻ അല്ലെങ്കിൽ അത് തുടങ്ങാൻ എനിക്കൊരു പേടി, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തും തുടങ്ങാനായിട്ട് നമ്മൾ അങ്ങനെ ഭയക്കാൻ പാടില്ല. നമ്മൾ ആത്മവിശ്വാസത്തോടെ തുടങ്ങുക.
പിന്നെ നമുക്ക് പറ്റാത്തൊരു മേഖലയാണ്, അല്ലെങ്കിൽ നമുക്ക് തീരെ അറിവില്ലാത്തൊരു കാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അത് ആത്മവിശ്വാസമല്ല, നമ്മൾ തിരിച്ചറിയാണ് ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ആവശ്യമില്ലാത്തതിൽ ചെന്ന് ചാടാതിരിക്കുക, അങ്ങനെ ഒരു കേസുണ്ട്, അത് വേറെയാണ്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പേടിച്ചിട്ട് നമുക്കൊരു ആത്മവിശ്വാസക്കുറവുകൊണ്ട് നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് മാറും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വേണം. പിന്നെ ചില കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചില ആളുകൾക്ക് അത് ഭയങ്കര ആത്മവിശ്വാസമാണ്, എനിക്കത് ചെയ്യാൻ പറ്റും, അത് വളരെ നല്ലൊരു ഗുണമാണ്. അത് നമുക്ക് എന്നിട്ട് ആ ചെയ്യാൻ പറ്റാത്ത കാര്യം ഭയങ്കര വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം ഇരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്യുക. ഞാനിത് ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ നടത്താനായിട്ട് നോക്കണം. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് അങ്ങനെയുള്ളൊരു മുന്നേറ്റം ഉണ്ടാവുന്നത് നല്ലതാണ്, അങ്ങനെയുള്ളൊരു ആഗ്രഹം. അല്ലാതെ ചില ആളുകളുണ്ട് ഒന്നും അറിയാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടിയിട്ട് അത് ആത്മവിശ്വാസം എന്നല്ല പറയുക, അതിനെ പറയുക വിഡ്ഢിത്തരം എന്നാണ് പറയുക. ഒന്നും അറിയില്ല, ഒരു ഇതുമില്ല, എന്താ ചെയ്യാന്നറിയില്ല, ഏതാ ചെയ്യാന്നറിയില്ല, അതിലേക്ക് എടുത്ത് ചാടുക, അത് എന്തെന്നാ പറയുക, എടുത്ത് ചാട്ടം പറയും, മണ്ടത്തരം എന്നാ പറയുക. അതിനെ നമ്മൾക്ക് ആത്മവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു വിശ്വാസം വേണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ, നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ചിലവർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കും. അത് വളരെയധികം കറക്റ്റായിരിക്കും. അവരെ പറ്റി അവർക്കാണല്ലോ കൂടുതൽ അറിവുണ്ടാവും, നമ്മളെ പറ്റി നമുക്കാണല്ലോ കൂടുതൽ അറിവുണ്ടാവുക. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു അവസ്ഥകളും ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യർക്ക് പെരുമാറാനും ചെയ്യാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. അത് നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇന്നത് ചെയ്താൽ നമുക്ക് വിജയിക്കുമോ, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മുടെ ഉള്ളിലൊരു ദൃഢമായ വിശ്വാസം നമുക്ക് വരണം. ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മളോടത് പറയും, നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും നിനക്കത് പറ്റില്ല എന്ന്. അത് നമ്മൾ കുറേയൊക്കെ കേൾക്കണം. അതിൽ ചെന്ന് അങ്ങനെ ആവശ്യമില്ലാത്തതിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു മുന്നറിയിപ്പ് കിട്ടും. അപ്പോൾ അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് വേറൊരു ഗുണം. ചിലവർക്ക് അങ്ങനെ നമ്മളോട് വേണ്ട വേണ്ടെന്ന് നമ്മുടെ മനസ്സിലിരുന്ന് പറയുന്നുണ്ടാവും, ഇത് ശരിയല്ല, ഇതിലേക്ക് പോയി ചാടി ഇറങ്ങി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയുന്നുണ്ടാവും. പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കില്ല. ചില ആളുകൾ ശ്രദ്ധിക്കില്ല. ചില ആളുകൾ അതിൽ പോയി ചാടി അതിൽ വളരെയധികം പരാജയമായി, അല്ലെങ്കിൽ അതിലെന്ത് ദോഷമാണോ വരാനുള്ളത് അങ്ങനെയുള്ള സകല ദോഷങ്ങളും ചെന്ന് ചാടുന്ന ആളുകളെ കാണാം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നമ്മുടേതായ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു വകതിരിവ് എന്ന് പറയും. നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റാത്ത കാര്യം നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ദൃഢമായി നിശ്ചയമുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യാം. ഞാനിത് ചെയ്യും, എനിക്കിത് ചെയ്താൽ ഇത് വിജയിപ്പിക്കാം, ഏത് കാര്യമായാലും എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വേണം. അത് ഏറ്റവും നല്ലൊരു ഗുണം തന്നെയാണ്. അപ്പം ഇന്ന് എനിക്ക് അങ്ങനെ ആത്മവിശ്വാസം ഇല്ലാണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് പേടിയാണ്. ഇന്നത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പുലിവാലുണ്ടാവുമോ, എനിക്കിത് വിജയിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തുണ്ടാവുക ഏതാണെന്നൊന്നും അറിയാണ്ട് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട്, അതൊരു ആത്മവിശ്വാസത്തിൻ്റെ കുറവാണ്, തീരുമാനം എടുക്കാൻ പറ്റായ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു തീരുമാനം എടുത്തേ കഴിയുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാനും നമുക്ക് പറ്റണം. അതും വലിയൊരു ക്വാളിറ്റിയാണ്. ചിലവർക്ക് നല്ല തീരുമാനം എടുക്കാറിയില്ല, ആകെ കിടന്ന് കൺഫ്യൂഷനായി എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് അത് ചെയ്ത് അവർ ഏതിലേക്കാണോ ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് അതാകെ തകിടം മറയുന്ന ആളുകളെ ഇഷ്ടപ്രകാരം കാണും. അതും ആവാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് തുടങ്ങുന്നതിന് മുന്നും നമുക്കൊരു ഈശ്വരവിശ്വാസമാണ് ഏറ്റവും വലുത്. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയും നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോൾ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. ഒരു ശക്തി ഉണ്ടല്ലോ, ആ ഒരു ശക്തി ദൈവമാണോ, കൃഷ്ണനാണോ, ഭഗവാനാണോ, യേശു ക്രിസ്തു ആണ്, അല്ലെങ്കിൽ അല്ലാഹു ആരോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു
ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. അപ്പം നമ്മൾ ആ ശക്തി എന്തൊരു കാര്യത്തിന് പുറപ്പെടുന്നതിന് മുന്നും നമ്മൾ ആ ഒരു ശക്തിയെ വിശ്വസിച്ചിട്ടും നമ്മൾ അതിലൊരു വിശ്വാസം അർപ്പിക്കുക എന്ന് പറയണത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ അതിൽ വിശ്വാസം അർപ്പിച്ച് അപ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. ഇത് ശരിയാവും, ദൈവം എന്നെ സഹായിക്കും, ആ ശക്തി എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവവിശ്വാസമുള്ളവരാവാനും, പിന്നെ നമ്മൾ നമ്മുടെ വയസ്സിന് മൂത്തുള്ള കാരണം നമ്മൾ പറയുമല്ലോ കാരണഭക്തിയുള്ളവരാവണം. അപ്പോൾ അതേപോലെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗുരുത്വം നമുക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയിട്ട് ഒന്ന് പരിശീലിക്കുക. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചിലവർ അതങ്ങനെ ഒന്നും ശ്രദ്ധിക്കണവരല്ല, അവരങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ല അവർക്ക്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് ചെയ്യും. അല്ലാണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യം വരണമെങ്കിൽ നമ്മളൊന്ന് ഗുരുത്വമുള്ളവരാവാന്ന് പറയും. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ആവുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യാം. ബാക്കി എന്തോ പറയുന്ന മാതിരി താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞേക്കണം. അപ്പം നമുക്ക് ചെയ്യാനുള്ള പകുതി നമ്മൾ ചെയ്യുക, ബാക്കി ഈശ്വരൻ്റെ പകുതിയാണ്. അത് ആ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആരോ ആണോ ആ ശക്തിയിൽ നിന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും ആത്മവിശ്വാസമുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം. ഓക്കേ.